പൊന്നി പോയി ചായ എടുക്കും. ആ പൊന്നി, ഏലക്കായൊക്കെ ഇട്ട് നല്ല ഞെരിപ്പനായിട്ട് എടുത്തോണേ. എന്താ എന്റെ വിശേഷം? വിശേഷമുണ്ട്. പ്രീതി വിളിക്കേ. ആ മോള് വാ. ഇങ്ങ് വാ മോളെ. വസുമതി, നീ നാടകം മതിയാക്ക്. വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അതെന്ത് ന്യായോ സത്യഭാമേ? നിന്റെ മകനും മരുമകൾക്കും തോന്നുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ വന്ന് കയറാം. എന്റെ മുഖം കാണുന്നത് നിനക്ക് ചതുർത്ഥി. എന്തായാലും ഞാൻ നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നില്ല. എനിക്കും പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. രാഘവേട്ട, എന്റെ മകൻ അർജുൻ ശങ്കറിന്റെ വിവാഹമാണ്. ഈ വരുന്ന 1-ാം തീയതി. തെക്കുംകൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെയും മകൾ റോഷ്നിയാണ് വധു. മുഹൂർത്തം 11:30. ആൽത്തറ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലും തുടർന്നുള്ള സദ്യയിലും സകുടുംബം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിവാഹക്ഷണ പത്രിക സ്വീകരിക്കാതിരിക്കുന്നത് ഒരു മര്യാദകേടാണ്. തറവാട്ടുകാരത് ചെയ്യില്ല. പിള്ളേ, ഇതങ്ങ് വാങ്ങിച്ചോ. എല്ലാവരും ക്ഷണം സ്വീകരിച്ച് സമയത്തിന് തന്നെ എത്തുമെന്ന് കരുതുന്നു. സമയത്ത് തന്നെ എത്തുമെന്ന് പറഞ്ഞേക്ക് പിള്ളേ. പക്ഷെ നീ ക്ഷണിക്കാത്ത ഒരാൾ കൂടി ഉണ്ടാവും. ദേ, ഇവളുടെ കൂടെ. ഇവളുടെ ഭർത്താവ്. എന്റെ മകൾ അന്ന് സുമംഗലിയായിരിക്കും വസുമതി. ചായ. നല്ല ചായ. അപ്പൊ പോട്ടെ സത്യഭാമേ.
ഇതാ ശാരദമ്മേ. പണം വേണ്ട ശങ്കരേട്ടാ. കുടുംബശ്രീ വീണ്ടും തുറന്നത് പ്രമാണിച്ച് ഇന്നത്തെ ഭക്ഷണം എല്ലാവർക്കും ഫ്രീയാ. ആഹാ, അത് കൊള്ളാലോ. ശങ്കരേട്ടനോട് അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ ശാരദാമ്മേ. എന്റെ രാജിയുടെ ഒക്കെ കഞ്ഞികൂടി മുട്ടും. ഇടയ്ക്കിടയ്ക്ക് കുടുംബശ്രീ പൂട്ടാനാവും ശങ്കരേട്ടന്റെ പ്രാർത്ഥന. പൂട്ടിയിട്ട് തുറക്കുമ്പോ ഭക്ഷണം ഫ്രീ ആണല്ലോ. അതിനെന്താ ശങ്കരേട്ടാ, എല്ലാ ദിവസവും രാത്രി പൂട്ടുന്നുണ്ടല്ലോ. രാവിലെ തുറക്കുമ്പോ ശങ്കരേട്ടനെങ്കിൽ പോന്നാ മതി. ഒന്നും വേണ്ട ശാരദാമ്മേ. കുടുംബശ്രീ ഈ നാടിന്റെ ശ്രീയായി ഇങ്ങനെ എന്നും ഇങ്ങനെ തെളിഞ്ഞു കത്തി കണ്ടാ മതി. കുറച്ച് വെള്ളം. അതിൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ ശാരദാമ്മ ഇങ്ങനെ ഇരിക്കുന്നതും കാണണം. ഇല്ലെങ്കിൽ ഈ നാടിന്റെ പ്രകാശം തന്നെ കെടും. ഇല്ലേ ബലരാമ? ആ, അതെ അതെ. പോയിട്ട് വരാം ചേച്ചി. ശരി. ആ രാജി, ഈ കൗണ്ടർ ഒന്ന് നോക്കിയേക്കണേ. എന്തിനാ ശാരദാമ്മേ, കാശൊന്നും വാങ്ങുന്നില്ലല്ലോ. ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. എടി, ഈ തള്ള എവിടെ പിടിച്ചിരുത്താൻ പറഞ്ഞുവിടായിരുന്നോ നിനക്ക്? അയ്യോ, അത് അടുക്കളയ്ക്ക് കണ്ണു കിട്ടാതിരിക്കാൻ ശാരദാമ്മ വെച്ചിരിക്കുന്നതല്ലേ. ആ മോളെ, ഇത് വെച്ചോ കയ്യില്. എന്റെ കയ്യില് കാശൊന്നും തന്നുവിടണ്ടമ്മ. അത്രയ്ക്ക് ഉറപ്പില്ല മോളെ നിന്റെ മനസ്സിന്. കാലിൽ ഒരു മുള്ളു കൊണ്ടെന്ന് കരുതിയാൽ മതി. അത് നമ്മളെടുത്താൻ കളഞ്ഞു. മുള്ളു കൊണ്ടെന്ന് കരുതി ആരെങ്കിലും പിന്നെ നടക്കാതിരിക്കോ? മുള്ളുള്ള വഴി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട നീ. പെൺകുട്ടികൾ ഒരു വഴിക്ക് പോകുമ്പോഴേ അവരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാ. എവിടെങ്കിലും ഒറ്റപ്പെട്ടു പോയാലും ഒരു ഓട്ടോ പിടിക്കാനൊന്നും അവർക്കാരെ ആശ്രയിക്കണ്ടല്ലോ. അതിനൊക്കെയുള്ള പണം ഉണ്ടമ്മ എന്റെ കയ്യില്. എന്നാലും മോളിത് വച്ചോ, എന്റെ ഒരു ആശ്വാസത്തിന്. ഞങ്ങൾക്കാർക്ക് നിന്നോട് ഒരു വിശ്വാസക്കുറവും ഇല്ല. പഴയതൊന്നും ആലോചിച്ച് മോൾ ഇനി സങ്കടപ്പെടരുത്. മോളെ, എന്ന് നീ പോയിട്ട് വാ. ഷാനി, ശ്യാമം കോളേജിലേക്കാണോ? അതെ സർ. ആ, എൻ്റെ ലീവ് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? അതെ സർ. ഈ കോളേജിൽ നടന്ന സംഭവത്തെ പറ്റി കുട്ടികൾക്കും അധ്യാപകർക്കും ഇടയിൽ പല കിംവദന്തികളും ഊഹാഭോഗങ്ങളും പരക്കുന്നുണ്ട്. ശ്യാമ ചെല്ലുമ്പോൾ പലരും പലതും കിള്ളിക്കഴിച്ച് ചോദിച്ചെന്നൊക്കെ ഇരിക്കും. ഒന്നിനും ചെവി കൊടുക്കാൻ നിൽക്കണ്ട. അതെത്ര വലിയ ആളാണെങ്കിലും ശരി. വീണു പോകുന്നവനെ ചവിട്ടാനാ ലോകത്തിന് താല്പര്യം. മനസ്സ് തളർന്നു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് നടക്കും. നമ്മൾ തോറ്റുപോകും. നമ്മൾ കോളേജിൽ പോകുന്നത് പഠിക്കാനാണെന്ന് മാത്രം മനസ്സിൽ ഉറപ്പിച്ചാൽ മതി. ഇതിനൊക്കെ അപ്പുറമുള്ള പരീക്ഷകളും ജീവിതത്തിൽ വേറെ ഉണ്ട്. അതിലൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പതറാനോ ചുവടിടറാനോ പാടില്ല. ഇല്ല സർ. വെരി ഗുഡ്. അതാണ് സ്പിരിറ്റ്. ഇയാള് മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ പഠിക്കും. പിന്നെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹം പോലെ നാഷണൽ ലെവലിൽ കബഡി ടൂർണമെന്റിന്റെ ഒരു ട്രോഫി കുടുംബശ്രീയിലേക്ക് കൊണ്ടുപോവാ. പൊളിക്കണ്ട നമുക്ക്. വേണം സർ. ആ, എന്നാ ഇയാള് ചെല്ലേ. ഈ ഹോട്ടലിൽ പൊക്കോ. ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യും. ചേട്ടാ ചേട്ടാ, ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആകണേ. ശരി ശരി. ആ, ചെല്ലേ.
സാറിന്റെ കാലിനെങ്ങനെയുണ്ട്? കാലിനല്ല ശാരദാമ്മ വേദന. അമ്മ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ സമയത്ത് അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാൻ പറഞ്ഞു മടുത്തു സാറേ. ഇനി അവളുടെ തീരുമാനം എന്താന്ന് സാറ് തന്നെ ചോദിക്കേ. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എൻ്റെ മോക്ക് നന്നായിട്ടറിയാം. എന്നാൽ സ്വന്തം പ്രവൃത്തി എത്ര പേരെ വേദനിപ്പിക്കുന്നെന്ന് അവൾ ആലോചിക്കുന്നേ ഇല്ല. ബാഗ് എടുക്ക്, നമുക്ക് പോവാം. എങ്ങോട്ട് പോകുന്ന കാര്യമോ സാറേ? എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവാം. അതിനാർക്കാ വീടുള്ളതെന്നാ ഞാൻ ചോദിച്ചേ. തക്കലിൽ ഒരു വീടുണ്ടെന്ന് പറയുന്നു. അതിന്റെ അവകാശി ആരാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു വീടുണ്ട്. അവിടെ അന്തി ഉറങ്ങണേല് 18 ലക്ഷത്തിന്റെ ബാധ്യത തലയ്ക്കുമീതെ. വീണ്ടും വിഴുപ്പലക്കല്ലേ ശാരികെ? ഇതൊക്കെ നമ്മൾ രണ്ടാളും ഒന്നിച്ചിരുന്ന് സമാധാനമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അതിനെവിടാ സാറേ സമാധാനം? ആർക്കാ സമാധാനം? എല്ലാം സഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ചയോടെ നിൽക്കുമായിരുന്നു ഞാൻ അവിടെ. അതിനിടെയാ സാറിന്റെ അമ്മ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അന്നത്തില് വിഷം കലക്കിയത്. അതിന്റെ പേര് പോലീസ് സ്റ്റേഷനിൽ വരെ കയറി എന്റെ അമ്മ. എടോ, അതിനുള്ളത് ഇയാൾ തിരിച്ചു കൊടുത്തല്ലോ. ഓഹോ, അതാ ഇപ്പൊ സാറിന്റെ ദണ്ണം അല്ലേ? എന്റെ കയ്യബദ്ധത്തിൽ അമ്മ കസേരയിൽ നിന്നൊന്ന് വീണു. അവരുടെ വായിന്ന് വന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ശാരിക ആരും ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അപ്പൊ എന്ന് വെച്ചാ എന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലേ? എടോ, അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായാ അവരാരും കൈവെക്കാറില്ല. ഞാൻ കൈവച്ചു. ശരി, സമ്മതിച്ചു. ഇപ്പൊ സാറിന്റെ അമ്മ കസേരയിൽ നിന്ന് വീണതല്ലേ ഉള്ളൂ. പോലീസിന് മുന്നിൽ എന്റെ അമ്മ വായൊന്ന് തുറന്നിരുന്നെങ്കിലേ അവരിപ്പൊ ജയിലിൽ ഗോതമുണ്ട തിന്ന് കിടന്നേനെ. ഇയാള് കുറെ നേരമായിട്ട് എന്റെ അമ്മ അവരിവരെന്നൊക്കെ പറയുന്നുണ്ട്. സംസാരത്തിൽ സാമാന്യ മര്യാദ ആവാം. ഇയാൾക്ക് പരമാവധി ബഹുമാനം തന്നിട്ടാ ഞാനിപ്പോ സംസാരിച്ചോണ്ട് നിൽക്കുന്നത്. സോറി സാർ, എനിക്ക് മനസ്സിലുള്ളതേ പുറത്ത് കാണിക്കാൻ അറിയൂ. അവരെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നുവെച്ചാ ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അവർക്കൊപ്പം ഒരു രാത്രി കൂടി ഒരു മേൽക്കൂരയ്ക്ക് കീഴിലുറങ്ങാൻ എന്നെ കിട്ടില്ല. എന്നൊരു പരിഹാരം കൂടെ ഇയാൾ പറഞ്ഞതാണോ? പരിഹാരം ഞാനാണ് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടത്. ഇതൊന്നും വരുത്തി വെച്ചത് ഞാനല്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ സാർ എന്നെ പ്രേമിച്ചതും കല്യാണം കഴിച്ചതൊന്നും. ലോകത്തൊരു പെണ്ണും താങ്ങാത്ത 2 ദുരന്തങ്ങളാ സാറിന്റെ അമ്മയും അമ്മാവനും. ഇങ്ങനെ 2 സത്വങ്ങൾ ജീവിതത്തിന് മേൽ കരുനിഴൽ പടർത്തി നിൽക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് തയ്യാറാവില്ലായിരുന്നു. ഇപ്പൊ ഒരു വാക്കുകൊണ്ട് വേണമെങ്കിലും സാറിന് ഈ ബന്ധം മുറിച്ചിട്ട് പോകാം. സാർ ഒരാണാ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പെണ്ണായ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു കൂടി സാർ പറയൂ. എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം എന്താന്ന് സാറ് പറ. എന്നെ ഇതിലൊന്നും കൊണ്ട് വെറുതെ പേടിച്ചുണ്ടായിരുന്നു സാറേ. ശാരികെ, കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. ഇനി ഞങ്ങൾ
ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ശാരദാമ്മേ? സാറേ, ശാരദാമ്മേ, ഞാൻ പോവാ. അവളെന്ത് പറഞ്ഞു മോനെ? പ്രതീക്ഷേന് വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാനീ കാലം വെച്ച് ഇവിടം വരെ വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അവളോട് സംസാരിച്ച എന്റെ നിയന്ത്രണം പോവും. അതാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. അപ്പൊ കൂടെ ജീവിക്കുന്ന ഞാനോ ശാരദാമ്മേ? ഈ അയ്യോ സാറേ, സിനിമയിലൊക്കെ ക്ലൈമാക്സിങ് കണ്ടിട്ടില്ലേ? കഠിനമായ യാതനകളും എതിർപ്പുകളും മറികടന്ന് നായകനും നായികയും കല്യാണം കഴിച്ചു കഴിഞ്ഞാ അത് ശുഭം. സത്യത്തിൽ ജീവിതം അവിടെ തുടങ്ങുന്നേ. ഭർത്താവിനെ തനിക്ക് മാത്രം സ്വന്തമാക്കി വെക്കാൻ നോക്കുന്ന ഭാര്യ, മകനെ വിട്ടുകൊടുക്കാതിരിക്കാൻ എന്തായുധം എടുക്കുന്ന അമ്മ, അവരുടെ യുദ്ധതന്ത്രങ്ങൾക്കിടയിലെ ബലിയാടാണ് പിന്നെ പുരുഷൻ. സത്യത്തിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്താ ശാരദാമ്മേ മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കാൻ ഇത്ര മടി? കോളേജ് ഹോസ്റ്റലിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൺകുട്ടികള് 6 പേര് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഒരു കുടിസ് റൂമിൽ കിടന്നുറങ്ങും. ലേഡീസ് ഹോസ്റ്റലിലാണെങ്കിലോ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ അത്ര വലിപ്പമുള്ള മുറിയാണെങ്കിലും 2 പെൺകുട്ടികൾ താമസിക്കുമ്പോൾ ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കാത്തതിനും നിലം തൂത്ത് വൃത്തിയാക്കാത്തതിനും പരസ്പരം വഴക്കും തമ്മിലടിയോ? ഈ വീടെന്ന് പറയുന്നത് ഒരു സ്വർഗം ആവേണ്ടതാ. ഒരു ദിവസത്തെ അലച്ചിലിനും അന്നം തേടലിനും ശേഷം പുരുഷൻ വന്ന് കയറുന്നിടം. അപ്പൊ ചോദിക്കും, അത്ര സമയം ഞങ്ങൾ അടുക്കളയിൽ തീ ഊതിയില്ലേ, പുക ഉണ്ടില്ലേന്നൊക്കെ. ആ തീയും പുകയൊക്കെ വന്നു കയറുന്ന പുരുഷന്റെ നെഞ്ചിലേക്ക് കുടഞ്ഞിടരുതെന്നേ പറയുന്നുള്ളൂ. ശാരദാമ്മേ, ഞാൻ ഒരു മെയിൽ ഷോവനിസ്റ്റ് ഒന്നും അല്ല. പുരുഷനും ഒരു മനസ്സുണ്ടെന്ന് പെണ്ണുങ്ങൾ വിചാരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അത് അമ്മയായാലും ഭാര്യയായാലും. എല്ലാത്തിന്റെ ഇടയപ്പെട്ട് വലഞ്ഞിട്ട് അമ്മ വേണ്ടെന്ന് വെച്ച് അവൻ ഭാര്യക്കൊപ്പം ഇറങ്ങിയാലോ? അവൻ പെൺകോന്തനായി. ഇനി ഭാര്യ വേണ്ടെന്ന് വെച്ച് ഡിവോഴ്സ് വാങ്ങിക്കാന്ന് വെച്ചാലോ? സ്ത്രീ പീഡകൻ, സാമദ്രോഹി. ഇനി സ്ത്രീയാണ് ഡിവോഴ്സ് ചോദിക്കുന്നെങ്കിൽ പുരുഷാധിപത്യ സമൂഹത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ സാമദ്രോഹി. ഞങ്ങൾ ആണുങ്ങളൊക്കെ എന്താ ശാരദാമ്മേ ചെയ്യണ്ടേ? ഞാൻ ശാരദാമ്മയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. എന്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ പറഞ്ഞുള്ളൂ. സാറേ, എനിക്ക് എന്റെ അമ്മയടുത്ത് ഇത് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അതിലും മീതെ ഞാൻ ശാരദാമ്മയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം. മനസ്സിലാവുന്നുണ്ട് മോനെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ വിഷമം. ഇല്ല, ആർക്കും മനസ്സിലാവില്ല. ശാരദാമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. സഹതാപവും അനുകമ്പയും കരുണയൊക്കെ പെണ്ണുങ്ങളെ മാത്രം അർഹിക്കുന്നതാണല്ലോ. വേണ്ട,